നമസ്കാരം. നമ്മളിപ്പോഴും ജനപക്ഷത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കൊള്ളയായാലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പുതിയ UDF സർക്കാരിന്റെ തെറ്റായ നടപടിയായാലും ജനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാതെ വിമർശിക്കുക തന്നെ ചെയ്യും. അധികാരമേറ്റ് 3 ആഴ്ചയ്ക്കുള്ളിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടു പോകുന്ന VD സതീശൻ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സജീവമാകുന്നത്. മന്ത്രി സണ്ണി ജോസഫ് തന്റെ ഭാര്യ സഹോദരൻ ബെന്നി തോമസിനെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ നടപടി അതീവ ഗൗരവമുള്ളതും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമാണ്. മുൻ LDF ഭരണകാലത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ തങ്ങളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റിയപ്പോൾ അതിനെതിരെ സമരം നയിച്ച മുന്നണിയാണ് UDF. എന്നിട്ടിപ്പോൾ ഭരണം കിട്ടിയ ദിവസങ്ങൾക്കകം വൈദ്യുതി മന്ത്രി തന്നെ സ്വന്തം അളിയന് ഉയർന്ന പദവി നൽകിയ നടപടിയെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ഈ നിയമന വിവാദം പുറത്തു വന്നതോടെ കോൺഗ്രസ് കേന്ദ്രങ്ങളും മന്ത്രിയുടെ ഓഫീസും ന്യായീകരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബെന്നി തോമസ് വെറുമൊരു ബന്ധു മാത്രമല്ലെന്നും അദ്ദേഹം കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയും 2 തവണ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണെന്നുമാണ് K. മുരളീധരൻ അടക്കമുള്ളവർ വാദിക്കുന്നത്. 2000-ൽ 90% വോട്ട് വാങ്ങി ജയിച്ച ആളാണ് ബെന്നി തോമസ് എന്ന കാര്യത്തിലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അയോഗ്യതയിലോ യോഗ്യതയിലോ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം അതല്ല. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി തെരുവിൽ ചോര ഒഴുക്കിയ തല്ല് വാങ്ങിയ പട്ടിണി കിടന്ന എത്രയോ ആയിരം ദരിദ്രരും അർഹരുമായ ചെറുപ്പക്കാർ കേരളത്തിലുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം സഹോദരിയുടെ ഭർത്താവിന് തന്നെ മന്ത്രി ഈ ഒരു ഉന്നത പദവി വെച്ചു നീട്ടിയത് എന്ത് ജനാധിപത്യ മര്യാദയാണ്? പേഴ്സണൽ സ്റ്റാഫിൽ കയറിപ്പറ്റിയാൽ ആയുഷ്കാലം മുഴുവൻ ഖജനാവിൽ നിന്നും പെൻഷൻ വാങ്ങാം എന്ന വലിയൊരു ആനുകൂല്യം നിലനിൽക്കുമ്പോഴാണ് ഈ അളിയൻ നിയമനം നടന്നിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ന് ഈ സർക്കാരിനെ അടിക്കാൻ വെള്ളിത്താളത്തിൽ വെച്ചുകൊടുത്ത ആയുധമായി മാറിപ്പോയി. മുൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് PK ശ്രീമതി സ്വന്തം മരുമകളെ പേഴ്സണൽ സ്റ്റാഫിൽ തിരികെപ്പോഴും EP ജയരാജനും KT ജലീലും നടത്തിയ ബന്ധു നിയമനം കൊള്ളകൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ അന്ന് സ്വീകരിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ആ സ്വജനപക്ഷപാതത്തിന് സമാനമാണിപ്പോൾ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്ന ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നിയമനവും. ഈ 2 തരത്തിലുള്ള നയങ്ങൾ ജനാധിപത്യത്തിൽ പാടില്ല. അത് ഏത് മുന്നണി ചെയ്താലും തെറ്റാണ്, സ്വജനപക്ഷപാതമാണ്. ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യം ഗൗരവത്തോടെ പരിശോധിച്ച് മറുപടി പറയുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരിന് ഇത്തരം ഒറ്റപ്പെട്ട വ്യക്തിപരമായ താല്പര്യങ്ങൾ വലിയ തിരിച്ചടിയാകും. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് ഇരുന്ന കാലം മുതൽ സഹായിയായി കൂടെയുള്ള സുദീപ് ജെയിംസിനെ പോലെയുള്ള 13 പേരെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതിൽ ആർക്കും പരാതിയൊന്നുമില്ല. കാരണം അവർ പാർട്ടിയിൽ സജീവമായി ഉണ്ടായിരുന്നവരാണ്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരാളെ ഉയർന്ന കസേരയിൽ എത്താൻ മന്ത്രി കാണിച്ച ആവേശം ഒട്ടും ശരിയായില്ല. സോഷ്യൽ മീഡിയയിൽ മറ്റ് അണികൾ ഈ വിഷയം വലിയ രീതിയിലാണ് ആഘോഷമാക്കുന്നത്. അഴിമതിയിൽ മുങ്ങിത്താണ തങ്ങളുടെ പഴയ ഭരണത്തെ ന്യായീകരിക്കാൻ അവർക്ക് കിട്ടിയ പറ്റാത്ത ഉറവയായി തന്നെയാണ് ഈ ഒരു സംഭവം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെടേണ്ടി വരും. മന്ത്രി സണ്ണി ജോസഫ് ഈ നിയമനം റദ്ദാക്കാനുള്ള ആർജവം കാണിക്കണം. തെറ്റുകൾ ആരായാലും തിരുത്താൻ തയ്യാറാകുമ്പോഴാണ് ഒരു ജനാധിപത്യ സർക്കാരിന്റെ മര്യാദ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിന്റെ ധാർഷ്ട്യവും കൊള്ളയും കണ്ടും അടുത്താണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചത്. ആ മാറ്റത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ അളിയന്മാർക്കും കുടുംബക്കാർക്കും പദവികൾ വീതം വെക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ കടുത്ത പ്രതിരോധവുമായി രംഗത്തിറങ്ങും. ഈ ഒരു നിയമനം കാരണം പുതിയ സർക്കാരിന്റെ നല്ല വികസന പ്രവർത്തനങ്ങൾ വിസ്മരിക്കപ്പെടരുത്. എത്രയും വേഗം ഈ തെറ്റായ തീരുമാനം പിൻവലിച്ച് മാതൃക കാണിക്കാൻ UDF സർക്കാർ തയ്യാറാകണം. പുതിയ UDF സർക്കാരിന്റെ ജനപ്രീതിക്ക് കനത്ത തിരിച്ചടിയുണ്ടാക്കുന്ന രീതിയിൽ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് തന്റെ ഭാര്യ സഹോദരൻ ബെന്നി ജോസഫിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച നടപടി അതീവ നിർഭാഗ്യകരമാണ്. ബെന്നി തോമസിന് എത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടായാലും സ്വന്തം അളിയന് തന്നെ പെൻഷൻ ഉറപ്പുള്ള ഈ ഒരു ഉന്നത പദവി നൽകിയ മന്ത്രിയുടെ പ്രവൃത്തി സ്വജനപക്ഷപാതം തന്നെയാണ്. അന്ന് PK ശ്രീമതിയും ജയരാജനും ബന്ധുക്കളെ തിരികിയപ്പോൾ വിവാദമാക്കിയ UDF-ന് ഈ നടപടി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി കൊടുത്ത മന്ത്രി സണ്ണി ജോസഫിന്റെ ഈ ഒരു തീരുമാനം മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തരമായി ഇടപെട്ട് തിരുത്തിക്കണം. സ്വന്തക്കാരെ മാറ്റിവെച്ച് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് ഈ കസേര നൽകിയാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം നിലനിൽക്കൂ.